നമ്മൾ ഈ നല്ല സിനിമകളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ കമേഴ്ഷ്യൽ വയബിലിറ്റി അതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. ആൻഡ് എനിക്കിപ്പോൾ ചില സിനിമകൾ ഞാൻ കണ്ടിട്ട് വിചാരിക്കും, അയ്യോ ഇത്രയും നല്ലൊരു സിനിമ അത് ഓഡിയൻസിലേക്ക് എത്തിയില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ തോന്നുന്നു ഏറ്റവും വലിയ പ്രോബ്ലം ആൻഡ് ചാലഞ്ച് ഫോർ ഫിലിം മേക്കേഴ്സ് എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നാരായണീൻ്റെ 3 മക്കൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സിനിമ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. പക്ഷേ എത്ര പേര് ആ സിനിമ കണ്ടു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആട്ടം തന്നെ എന്നെ ഇത്രയും അലട്ടിയ വേറൊരു സിനിമ ഉണ്ടായിരിക്കില്ല ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ്. അത് എത്ര പേർക്ക് എത്തിയിട്ടുണ്ട്? അതൊരു വലിയ കൺസേൺ ആണ്. നമ്മൾ അവെയർ ഓഡിയൻസ് ആണെന്ന് പറയുമ്പോഴും ഈ നല്ല സിനിമകൾ അവിടെ വരെ നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു വലിയ ചോദ്യം കിടക്കുന്നുണ്ട്. അതപ്പോൾ അങ്ങനെയാകുമ്പോൾ 80s ഫിലിം മേക്കേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനുള്ള തിയേറ്റർ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഇല്ല. ഒരു ആകെ കൂടി നമുക്കറിയാവുന്ന മലയാള സിനിമകൾ പുറത്തേക്ക് പോകുന്ന ആ കാലത്തെ ഫിലിം ഫെസ്റ്റിവലിലാണ്. അരവിന്ദൻ സാറിൻ്റെയും അടൂർ സാറിൻ്റെയും ചിത്രങ്ങളാണ്. അപ്പോൾ VCR സത്യം ഈ ഐ തിങ്ക് ഈ ഒരുപാട് സിനിമകൾ നമ്മൾ തിയേറ്ററിൽ അന്ന് പോക്കുണ്ടാവാറില്ല, അമ്മ കൊണ്ടുപോയെങ്കിലും. പക്ഷേ ചിലപ്പോൾ ഇതുമാതിരി VCR ആണ് കണ്ടേക്കണം. ചിലപ്പോൾ അതിങ്ങനെ ലൈനായിട്ട് വരും, ടേപ്പ് മോശമായിട്ട്. സോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഈ ലൈഫിൽ. അതിനുശേഷം ഇപ്പോൾ അവരിപ്പോൾ എത്രത്തോളം കഷ്ടപ്പെടുന്നവർ ഇപ്പോൾ നൗ ഐ തിങ്ക് അവന്യൂസ് ഇസ് ദെയർ. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ട്രൈ. ഒരുപാട് കോണ്ടന്റ് എടുക്കുന്നവരല്ല OTT പ്ലാറ്റ്ഫോംസ്. അന്നൊന്നും അങ്ങനെ എത്രയും നല്ല സിനിമകൾ ഇപ്പോൾ വളർത്തു മൃഗങ്ങൾ, വേൾഡ് ഓഫ് എന്താ പറയുക സർക്കസിനെ കുറിച്ച് സംസാരിച്ച അങ്ങാടി, വേൾഡ് ഓഫ് മാർക്കറ്റ്സ്, അതല്ലെങ്കിൽ യവനിക, വേൾഡ് ഓഫ് ഡ്രാമ, അതും തിയേറ്റർ പറയുന്ന മാതിരി, അതല്ലെങ്കിൽ ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഇത് ഭരതൻ സാറിൻ്റെ പ്രണാമം, ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയിട്ടൊക്കെ അത് പിന്നെ ടി വിയിൽ ഇപ്പോൾ താങ്ക്സ് ടു ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പോൾ ഇതൊക്കെ ഓരോന്നൊക്കെ ഇടയ്ക്ക് കാണും, അല്ലെങ്കിൽ ഒന്നും കാണില്ല. ചേച്ചി പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് വി മിസ് ഗുഡ് റൊമാൻറ്റിക് മൂവീസ് ഇൻ മലയാളം നൗ. ഒരു സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ തൂവാനത്തുമ്പികളൊക്കെ നമ്മളിപ്പോഴും മഴ എന്ന് പറയുമ്പോൾ ക്ലാര എന്നുള്ളൊരു ആ ഒരു തോട്ടിലേക്ക് മലയാളികൾ അത്രയും അറ്റാച്ച്ഡ് ആണ്. ദെർ ആർ സോ മെനി റെഫറൻസസ്, പോപ്പ് കൾച്ചർ റെഫറൻസസ് ദാറ്റ് വി കീപ് ടോക്കിംഗ് അബൌട്ട്. ഹ്യൂമർ, ജെനുവിൻ ഹ്യൂമർ. അപ്പോൾ ഒരുപാട് നമ്മൾ റീവാച്ച് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ പഞ്ചാബി ഹൗസസ് 1 മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ കൂടുതൽ പണിയുള്ള ദിവസം ഞാൻ എൻ്റെ ടീമിന് അയക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട്, നിങ്ങളിൽ ആർക്കാണ് നല്ല ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയുക. അപ്പോൾ അവർക്ക് അറിയാം ഇന്നിപ്പോൾ ഒന്നും പരിപാടി തീരില്ല. കോമഡി മൂവിയുടെ കേസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് കിട്ടുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ലൈക്ക് ഇപ്പം മറ്റെന്താ ശ്രീകാന്ത് വെട്ടിയാർ, മറ്റേ ഇങ്ങനെ ഇപ്പം കണ്ണൂരിൽ നിന്നൊരു 2 ടീമുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കോണ്ടന്റ് കാണുമ്പോൾ ലൈക്ക് അത് ഇപ്പം ഇതായി മീംസായി മാറിക്കൊണ്ടിരിക്കുക. അതായത് നമുക്കൊരു ഫിലിമിൻ്റെ മീം വേണ്ട. നമ്മളിപ്പോൾ പഞ്ചാബി ഹൗസ് റീവാച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആരും ഫുൾ പഞ്ചാബി ഹൗസ് ഒറ്റയിരുപ്പിന് കാണില്ല. നമുക്ക് അതിൻ്റെ പാച്ചസ് അറിയാം, ഏതാണ് എനിക്ക് ചിരിക്കാനുള്ള സ്ഥലം എന്നുള്ളത്. ആ സീനെടുത്ത് നമ്മൾ യൂട്യൂബിൽ കാണുന്നു, ഇത് ചെയ്യുന്നു. സിമിലർ പരിപാടി ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് സിനിമ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുകളിൽ നിൽക്കുക. അതിനുള്ളൊരു ശ്രമമായിരുന്നു ഗഗനചാരി എന്ന് പറയുന്ന സിനിമയില്ലേ. അത് പക്ഷേ ഞാൻ പറയുന്നത് അത് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ എക്സ്പെരിമെൻ്റൽ സോണിലേക്കും പോകുന്നത്. അത് ഞാൻ പറയുന്നത് അതിന് സിനിമാറ്റിക് ആണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ബാക്കി നമ്മൾ ഈ പറയുന്ന പഞ്ചാബി ഹൗസ് പോലത്തെ സാധനം എല്ലാം വേർബൽ ഹ്യൂമർ, ആ സാധനമാണ് കിടക്കുന്നത്. അല്ലാതെ ഹാഷറൊക്കെ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, എന്തൊക്കെയാ കൊച്ചു കേരളം സംഭവിക്കുന്നത്, അതിനേക്കാൾ വലിയൊരു പോപ്പ് കൾച്ചർ ഡയലോഗ് ഇല്ല ഇപ്പോൾ. എന്തൊക്കെയാ ചോദിക്കുന്ന സാധനമായി. ഒരു കാര്യം കൂടെയുണ്ട്, ഈ തിയേറ്ററിലെ പോസ്റ്ററില്ലേ തിങ്ങിക്കയറുന്ന പെൺകുട്ടി, അതായത് എല്ലാവരും ഈ പുരുഷന്മാരും സ്ത്രീകളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പെണ്ണുങ്ങൾക്ക് തെങ്ങി കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ്. ഇതിൽ തെങ്ങി കയറുന്ന സമയത്ത് പെണ്ണുങ്ങൾ മരം കയറും, അവര് അപ്പൊ ഈ ചോദ്യം മരം കയറിയെന്നാക്കും. പക്ഷേ ഇതിനകത്ത് സജിൻ ഇത് ചിത്രീകരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ചോദ്യം പ്രസക്തമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ തെങ്ങിക്കയറുന്ന മെഷീൻ വന്ന സ്ഥിതിക്ക് ഈ കരുത്ത് കാണിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം മെഷീൻ്റെ കാലഘട്ടത്തിൽ ഈ ആരുടെയും അത്തരത്തിലുള്ള മസിൽ പവറിൻ്റെ ആവശ്യമില്ല. എല്ലാം തലച്ചോറ് കൊണ്ട് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ AI പോലെയുള്ള സംവിധാനങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനി ഒന്നുമില്ല. അതായത് തലച്ചോറ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതും അതിനെ എങ്ങനെ വ്യാവസായികമാക്കാമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചോദ്യം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിത് തന്നെ ഉപയോഗിച്ചത് ഇങ്ങനെ തന്നെ കയറണമെന്ന് ആഗ്രഹിച്ചില്ല. ഞാൻ മെഷീൻ ഉപയോഗിച്ച് കയറിയാൽ പോരായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചു. പക്ഷേ എനിക്ക് രണ്ടാമതൊരു ചിന്ത വന്നു, ഈ ചോദ്യത്തെ യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് വൈഡിൽ കയറുന്ന കാണിക്കുകയാണ്.
അപ്പം അത് ആർട്ടിസ്റ്റിന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതൊക്കെ കഴിയും. പക്ഷേ കോണ്ടസ്റ്റിൽ അതല്ല സംസാരിക്കേണ്ടതെന്നും ഇത് തെങ്ങിക്കയറാനുള്ള ശക്തി പരീക്ഷിക്കലല്ല പുരുഷനും സ്ത്രീയോ ഇല്ലെങ്കിൽ നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ബലാബലം നോക്കിയിട്ടല്ല ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അത് പഴയ കാലഘട്ടത്തിൽ തന്നെ ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അല്ല നോക്കേണ്ടത് എന്നുള്ളത്. കാരണം ഈ പവർ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് മസിൽ പവറാണെന്നാണ്. അതായത് ഒരാൾക്കുള്ള മസിലിൻ്റെ ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആനയെ ഉപയോഗിക്കും? ആന വേറൊരു ജീവിയല്ലേ? അതിൻ്റെ അതായത് ഓരോ തരത്തിൽ ഈ പവറിനെ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മെഷീൻ വന്നതിന് ശേഷം ഈ പവറിന് പ്രസക്തിയില്ല. അവിടെ എല്ലാവരും ജോലി ചെയ്യുന്ന അവരുടെ ടൈം അതെങ്ങനെ കൃത്യമായിട്ടും രസകരമായിട്ടും എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള എടുത്ത് മാത്രമാണിത്. അപ്പോൾ ഈ ചോദ്യത്തിനെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് എനിക്ക് തോന്നുന്നു, ഈ തെങ്ങി കയറുന്ന പിക്ചർ വേണം, വിഷ്വലൈസ് ചെയ്യണം, മെഷീൻ വെച്ച് കയറണ്ട. അപ്പോൾ എനിക്ക് സജിനോട് എനിക്ക് പറയണമെന്ന് തോന്നി, സജിനെ ഇത് തന്നെയായിരുന്നു ശരി, മെഷീൻ വെച്ച് കയറിയിരുന്നെങ്കിൽ ഇത്ര എഫക്റ്റ് കിട്ടൂലായിരുന്നു, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിചാരിക്കും സിനിമ അത്തരത്തിൽ ബൗദ്ധികമായിട്ടുള്ള വലിയ കസർത്താണെന്ന്. ശരിയാണ്, പല സാധനങ്ങളും പെർസ്പെക്റ്റീവ്സും പറയുമ്പോഴും ഇത് എനിക്ക് ഒരു എന്താ പറയുക, ഇങ്ങനെ തുടർന്ന് കാണാൻ തോന്നുന്ന ഒരു ടെമ്പോ ക്യൂരിയോസിറ്റി എലമെൻ്റ് ഉണ്ട്. പിന്നെ പല സ്ഥലത്തും ഇതിന് ട്വിസ്റ്റ് ടേൺ എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയാവുന്ന എല്ലാ സാധ്യതകളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ പടം കാണാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് പടത്തിൻ്റെ മാത്രമല്ല, ഈ ഫെമിനിസ്റ്റിക് ആംഗിളിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പെണ്ണിൻ്റെ ശരീരം അവൾ സാമ്പ്രദായികമായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നിടത്താണ് ഇതിൽ കാവ് അയാൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പണ്ട് നമ്മുടെ പത്മനാഭൻ സാറിൻ്റെ സിനിമയിൽ രതിനിർവേദത്തിൽ അവസാനം അവൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. അപ്പം കൂടെയുള്ള പയ്യന് പ്രോബ്ലംസ് ഒന്നുമില്ല, അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അതായത് ആ പാപത്തിൻ്റെ ഭാരം ഏറ്റെടുക്കേണ്ടത്, ആ തീണ്ടൽ ഏറ്റെടുക്കേണ്ടത് പെണ്ണാണെന്ന് പറയുന്നൊരു ബോധം അന്ന് ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരുപാട് പ്രോഗ്രസീവായിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പം ഇതാ ഇവിടെ വരെയൊക്കെ അവസാനം ആ സോമൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ക്യാരക്ടർ പറയുന്നുണ്ട്, ഗർഭിണിയാക്കി തനിക്കാക്കി വെടക്കാക്കി തനിക്കാക്കി കളയാന്ന് പറയുന്ന ഒരു പരിപാടിക്കെതിരായിട്ട് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ പോയി പണി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ടെന്നുള്ള രീതിയിൽ അവൾ പോകുന്നുണ്ട്. അത്രയും ബോൾഡായിട്ടുള്ള വേറൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല മലയാളം സിനിമയിൽ. ആ റൈറ്ററുടെ തന്നെ മറ്റൊരു സിനിമയിൽ ഇത്തരത്തിലൊരു ക്ലൈമാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാവ് തീണ്ടിയതിൻ്റെ ദോഷമാണ് അവൾ മരിച്ചു പോകുന്നതിൻ്റെ ഒരു ഇത്, ആ ദോഷം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു പെണ്ണ് മാത്രമായി പോകുന്നുണ്ട്. അവിടെയാണ് ഈ സിനിമ ശരിക്കും ആ ദോഷത്തിനെയൊക്കെ മറികടന്ന് അത് എക്സ്പ്ലോർ ചെയ്യുന്നൊരു പെണ്ണായിട്ട് മാറുകയാണ്. ആ സ്പേസ് എങ്ങനെയാണ് അവളുടെ സ്വാതന്ത്ര്യം, അവർ മാത്രമുള്ള സ്പേസിൽ എങ്ങനെയാണ് പെണ്ണ് ജീവിക്കേണ്ടതെന്നുള്ള അവളാണ് തീരുമാനിക്കേണ്ടത്. അവളുടെ തീരുമാനമാണ്. ഇതിൽ നമ്മൾ എങ്ങനെ അഭിപ്രായം പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് ആ ഒരു ഡിസ്കഷനിൽ ഒരു പെണ്ണിനെ അനുകൂലിക്കുന്ന ഒരു സ്പേസിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ മനുഷ്യനെ കുറിച്ചോ പറയുമ്പോഴോ ആ സ്പേസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്താ വെച്ചാൽ ആ കാവ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അത് പലതരത്തിൽ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ ആ കളം വരയ്ക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് എങ്ങനെയാണ് മാനസികമായി കണക്റ്റ് ആവുന്നത്, ആ നിറങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, ആ ഒരു മൂഡ് എങ്ങനെയാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്, അതിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ എലമെൻറ്റ്സ് എവിടെയൊക്കെയാണ് നമ്മൾ അതിർ വരമ്പ് വെക്കേണ്ടത്. ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ റൈറ്ററുടെ ഒരു സ്കില്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെയൊക്കെ അനാവശ്യമായിട്ട് പിന്തുണയ്ക്കുന്നില്ല. എല്ലാ സ്പേസിലും ഒരു ചോദ്യമുണ്ട്, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണോ, ആ പെണ്ണിന് അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വേറൊരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ആ അമ്മയുടെ മുഖത്തൊരു ആ പെണ്ണും തമ്മിലുള്ളൊരു കെമിസ്ട്രി ഉണ്ട്. ആ അമ്മ അതിനെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് ആ റിലേഷൻ വരുന്നുണ്ട്. അവർ എന്നാലത് റിവീൽ ചെയ്യുന്നില്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ അത് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള വളരെ വൃത്തിയായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അത് നമ്മുടെ മനസ്സിനകത്ത് കൊള്ളും. ആ അമ്മയുടെ റിയാക്ഷൻ. അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ദൈവങ്ങൾക്ക് മനസ്സിലാവും ശരീരത്തിന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഇറ്റ്സ് സച്ച് എ സ്ട്രോങ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഐ റീസെൻ്റ്ലി വെൻചേർഡ് ഇൻ ടു പ്രൊഡക്ഷൻ, സം ഓഫ് യു നോ. എത്രയോ നല്ല കഥകൾ. ഐ ഹാഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ്. 3 സ്ത്രീകളുടെ ഒരു കഥയായിരുന്നു. അത് കൊണ്ട് അതിൻ്റെ റൈറ്റർ ഡയറക്ടർ വെൻ ടു വൺ ഓഫ് ദ ലീഡിങ് പ്രൊഡക്ഷൻ ഹൗസസ് ഹിയർ. അവരത് ചെയ്യാമെന്ന് പറഞ്ഞു. ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വ്യത്യാസം? ഈ 3 സ്ത്രീകൾക്ക് പകരം 3 പുരുഷന്മാർ. ബേസിക്കലി ചെറിയൊരു അപ്പോൾ സോ ആൻഡ് ഹി വാസ് ലൈക്ക്, ബട്ട് ദിസ് ഈസ് മൈ ഫിലിം, ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു മേക്ക്. പക്ഷേ അതിന് കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടാവില്ല. സാറ്റലൈറ്റ് വാല്യൂനെ കുറിച്ച് സംസാരിക്കുന്നു, ഡിജിറ്റൽ റൈറ്റ്സ് പോകണം, സാറ്റലൈറ്റ് നമ്മളിപ്പോൾ റവന്യൂ സ്ട്രീംസിനെ കുറിച്ച് സംസാരിക്കുന്നു. സോ ഹൗ ഡു യു തിങ്ക്, ഹൗ ക്യാൻ വി ഡ്രോ എ ബാലൻസ്
ഇങ്ങനത്തെ ഒരു സ്പേസ് വരുമ്പോൾ ഐ തിങ്ക് വിശാൽ ബിക്കോസ് യു ഡീൽ വിത്ത് എ വൈഡ് സ്പെക്ട്രം ഓഫ് കോണ്ടന്റ്, നാഷണൽ കോണ്ടന്റ് ആസ് വെൽ. I was reminded of a Tamil movie that released. It got a very small release. It's a lesbian love story. ഓക്കെ. അവർ ഒരു 2-3 കൊല്ലമായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ സിനിമ കാണിച്ച് അവസാനം അതിനൊരു റിലീസ് കിട്ടി. പക്ഷേ ആ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബാനറുണ്ട്, ആ ബാനറിൻ്റെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല, എനിക്ക് വേറൊരു ബാനറുണ്ട്, ആ ബാനറിൽ കൂടെ വേണം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈവൺ ഇഫ് യു ഗോ ദ നോൺ OTT റൂട്ട്. പക്ഷേ ദി OTT റൂട്ട് ഇസ് വെരി ഡിഫിക്കൾട്ട്. മറ്റേ കോവിഡ് സമയത്ത് നമ്മൾ പറഞ്ഞ പോലത്തെ മറ്റേ സെൻസർഷിപ്പ് ഇല്ലാത്തൊരു ലോകം അല്ലേ, എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ലോകം, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും കോസ്റ്റ്. അഭിനവ് നമ്മുടെ മുകുന്ദനുണ്ണിയുടെ ഡയറക്ടർ ഉണ്ടല്ലോ, അഭിനവ് പറയുന്നുണ്ടായിരുന്നു, അതായത് OTTയുടെ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ കൺസെപ്ച്വൽ ലെവലിലാണ്. അതായത് നിങ്ങളൊരു സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആൾട്ടർ ചെയ്യാൻ പാടില്ല. അതായത് അഭിനവ് ഇതിൽ ഡിസ്കഷനിൽ പറഞ്ഞാണ്, ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിങ്ങിലാണ് ഷെയ്പ്പ് ചെയ്യുന്നത് സിനിമ. അപ്പോൾ അവിടെ അവർക്ക് എഴുതി വെച്ച സ്ക്രിപ്റ്റ് തന്നെ ഫോളോ ചെയ്യണം. OTT ആണെങ്കിൽ ആൾട്ടർ ചെയ്യാൻ പാടില്ല. അവരുടെ സെൻസർഷിപ്പ് കൂടുതൽ. ഈ പറഞ്ഞ പോലെ OTTക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ കാവുമായി ബേസ് ചെയ്തിട്ടുള്ള സീൻസ് ഒക്കെ OTTക്ക് തൊടാൻ പേടിയാണ്. ഇപ്പൊ താണ്ഡവ് എന്നുള്ള സീരീസ് അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് അല്ല, ചില കോണ്ടന്റ് ഒക്കെ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോ ഐ റീസെന്റ് ഹേർഡ് ഇപ്പൊ സെൻസർ വീണ്ടും വന്നിട്ട് നയൻതാരയുടെ ഒരു ഫിലിമിന് അത് വന്നിട്ടുണ്ടായിരുന്നു, അന്നപൂർണ്ണ. അപ്പോ അതുപോലെ ഇപ്പൊ ഞാൻ കേട്ടത്, ഐ എം ഷുവർ ഐ മൈറ്റ് ഗെറ്റ് എ ലോട്ട് ഓഫ് ഹെയ്റ്റ് ഫോർ സെയിങ് ദിസ്, ചെന്നൈയുടെ പടം അവിഹിതം അതിലുണ്ട്, അതിൽ രാമന്റെയും സീതയുടെയും ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് സെൻസർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെയാണ് ലൈക്ക് വെൻ യു ടോക്ക് അബൌട്ട് പോസ്റ്റ് റിലീസ് അല്ല, അത് അങ്ങനെ ആ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. നല്ല കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു 2-3 ദിവസം തിയേറ്ററിൽ കളിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ അതിന് മുമ്പേ പ്രശ്നം തുടങ്ങി. തിയേറ്റർ OTT എടുക്കുമ്പോൾ ഇത് തിയേറ്റേഴ്സിൽ വിജയിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അതെ, കാരണം നമ്മൾ വേറെ ഒരു വലിയ എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്, എംപുരാന്റെ എക്സാമ്പിൾ അല്ലേ. ഇപ്പോൾ എത്രയോ ഭാഗങ്ങൾ, എത്രയോ 8 സ്ഥലങ്ങളിൽ കട്ട് വരുന്നു, അങ്ങനെ എന്തോ അല്ലേ, എത്രയോ കട്ട്സ് വരുന്നു എന്ന് പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ കാണണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ റഷ് ഔട്ട് ചെയ്ത് പോയി കണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ക്രിയേറ്റീവ് freedom? No, inside OTTs there are separate wings. There is a team of 6 to 7 people who are ഒന്നില്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജേർണലിസം പഠിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. ദർ എൻറ്റയർ ജോബ് ഇസ് ടു വാച്ച് മൂവീസ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ബൈയിങ് ദ കോണ്ടന്റ് ആൻഡ് ടു സർക്കുലേറ്റ് ഇന്റേണൽ റിപ്പോർട്ട്സ് about what is the controversy that we should be expecting from this scene. ഈ ശരിക്കുള്ള കാരണം അവിടെ the decision makers are all probably people who primarily speak English and Hindi. അപ്പോൾ ഒരു ലോക്കൽ ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ ഇസ് ദിസ് എ കാസ്റ്റ് റെഫറൻസ് ഓർ ഇസ് ദിസ് എ റെഫറൻസ് ടു എ പ്രൊട്ടസ്റ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഇയർ, അത് പറഞ്ഞു കൊടുക്കാൻ എല്ലാ റീജിയനിൽ നിന്നും there's an expert team who write PPT presentations and circulate. Because we're talking about Malayalam cinema versus the rest, and I have to say I spent about a year doing an investigation on censorship of films across India in the present era. And there's not just censorship, censorship has become much worse. There's a whole lot of self-censorship also. പക്ഷേ ഈ കാര്യത്തിലും the most resistance, the most pushback and the fight back is coming, and I'm saying this from personal experience, from conversations I've had with filmmakers, and also from the content that's coming out. The most resistance is coming from the Tamil film industry and the Malayalam film industry. You see, the point is these filmmakers are conceptualizing films and looking at it from the point of view of, let's see, maybe it will come out, maybe it won't come out. Okay, Empuran had problems, but it came out, right? Yes. The examining committee did clear it, and it was here for several days, and now everybody knows. It doesn't matter what, like, you know, N.S. Madhavan sir said it's like the phantom limb. He wrote that on, so everybody knows that it is about the 2002 pogrom. So whatever, but that's the problem with like Hindi cinema to has completely capitulated. They're not making, most of them are not even bothering to make an effort. They're just, you know, doing bowing and scraping before the government. But the people who are pushing back and most courageous of all the industries, if you see from is these two industries, and again that is because the public is supporting this.
തിയേറ്റർ പോലെയുള്ള സിനിമകൾ തിയേറ്ററിൽ വിജയിക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ പ്രൊഡ്യൂസേഴ്സിന് ഇങ്ങനെയുള്ള സിനിമകളെ ബാക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം വരിക എന്ന് പേഴ്സണലി ഐ ഫീൽ. കൊളാബറേറ്റീവ് എഫേർട്ടിനെ പറ്റി അതെ അതെ. അപ്പോൾ ഇപ്പോൾ മാം പറഞ്ഞു നമ്മുടെ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് മാറുന്നത്. നമ്മളിപ്പോൾ ഈ ഫീമെയിൽ പെർസ്പെക്റ്റീവ് ശരിക്കും മാറാൻ തുടങ്ങിയത് ആക്ച്വലായിട്ടുള്ള സ്ത്രീകളെ നമ്മുടെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഉൾപ്പെടുത്താൻ കൂടി തുടങ്ങിയപ്പോഴാണ്. ഇപ്പോൾ ലോകയെ പറ്റി എല്ലാവരും പറയുമ്പോൾ ശാന്തി അതിനകത്ത് കൊണ്ടുവന്ന സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ഫിലിം മേക്കേഴ്സ് ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആളെ എടുക്കുന്നുണ്ട് അവരുടെ ടീമിൽ, ഒരു ഡയറക്ഷൻ ടീമിലായാലും ആർട്ട് ടീമിലായാലും. തിയേറ്ററിൽ ഡെഫിനറ്റ്ലി ഇപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും റിമയുടെ ഇംപ്രവൈസേഷൻസ് അല്ലെങ്കിൽ റിമയുടെ കോൺട്രിബ്യൂഷൻസ്, റിമയുടെ സജഷൻസ് ഉണ്ടാവണം ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ തിയേറ്ററിന് മുമ്പ് അദ്ദേഹം ചെയ്ത ബിരിയാണി എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ എസ്തെറ്റിക്കുമായി ബന്ധപ്പെട്ടൊരു ഡിസ്കഷൻ ഉണ്ടായി കനി കുസൃതിയും സജിനും തമ്മിലെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ആ ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ് വിഷ്ണു. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ്, ഒരു സിനിമേനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അതിനെ മനസ്സിലാക്കി അതിൻ്റെ ഒരു സോൾ ഉണ്ടാവുമല്ലോ. വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ആർ വി ട്രൈങ് ടു കൺവേ ത്രൂ ദിസ് ഫിലിം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഈവൻ ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്. ചെറിയ ചില വാക്കുകൾ ക്യാൻ ക്രിയേറ്റ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തിയേറ്റർ എന്നുള്ള സിനിമയ്ക്ക് നമ്മൾ ചെയ്തതിൽ എനിക്ക് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ക്യാമ്പയിൻസ് ഐ ഹാവ് ഡൺ ഫോർ എനി ഓഫ് മൈ ഫിലിംസ് ഇതിന് ചെയ്തതാണ്. അൺറിട്ടൺ ബൈ ഹെർ എന്നൊരു ക്യാമ്പയിൻ ഞങ്ങൾ ചെയ്തു. അൺറിട്ടൺ ബൈ ഹെർ എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ ഈ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ജീവിതങ്ങളുണ്ടല്ലോ, ഒരുപാടുണ്ട് ഇവിടെ. ഒരു യുണീക്കായിട്ടുള്ള കരിയർ പാത്സ് എടുത്ത സ്ത്രീകളുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പേരെ ആദരിച്ചൊരു ചടങ്ങ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. ആൻഡ് ആർ ഫിലിം മിനിസ്റ്റർ ശ്രീ സജി ചെറിയാൻ ആളാണ് വന്നിട്ട് ഇവരെ ഫെലിസിറ്റേറ്റ് ചെയ്തതും നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തതും ഒക്കെ. അപ്പോൾ അവിടെ വന്ന കുറച്ച് പേരുണ്ട്, ഒരു 5 പേരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GS റോഷ്നി, ഫോറസ്റ്റ് ഓഫീസർ GS റോഷ്നി ഈസ് ദെയർ. പിന്നെ മണിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു 74-year-old ലേഡി ഉണ്ട്, 13 ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉള്ള ആളാണ്. ഹരിതകർമ്മസേനയിലെ കുറച്ച് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. ഹരിതകർമ്മസേന ആൻഡ് കുടുംബശ്രീ ആൻഡ് ഓൾ ആർ സച്ച് ബ്രില്യൻറ്റ് ഇനീഷ്യേറ്റീവ്സ് വെർ വിമൻ ആർ റണ്ണിങ് ദ ഷോ ദെയർ. ആൻഡ് ദർ വാസ് ഓൾസോ ശ്രുതി സിത്താര. ഷീ വാസ് വിന്നർ ഓഫ് ട്രാൻസ് ഗ്ലോബൽ. ആൻഡ് ആ ഒരു നമ്മൾ ഇൻക്ലൂഷനെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കുക മാത്രമാണ്. ഇറ്റ് ബിക്കംസ് ജസ്റ്റ് words. How we implement it in our workspace is also very important എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ അത് സാധ്യമായത് അതിനെ, ആ ഒരു വിഷനെ നമ്മളൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്നൊരു ടീം ഉണ്ടായതുകൊണ്ടാണ്. അത് ആ വിഷനെ കൺസീവ് ചെയ്യുന്ന, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ, ഒരു ഡയറക്ടർ ആൻഡ് ഓൾസോ ദ കാസ്റ്റ് ആൻഡ് ആ കളക്റ്റീവ് എഫേർട്ട് എന്നുള്ള കൊളാബറേറ്റീവ് എഫേർട്ട് തന്നെയാണ്. ആൻഡ് ഐ പേഴ്സണലി ഡോണ്ട് ബിലീവ് ദാറ്റ് ഒരു സിനിമേനെ മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ടേക്ക് എത്തിക്കാൻ പറ്റും. ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്. ഓരോ ഫേസിലും അതുണ്ട്. ഇന്നിപ്പോൾ ഈ ഡിസ്കഷൻ പോലും വി നോ ദാറ്റ് ദ മൂവി, ഇതുപോലത്തെ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഡിസ്കഷനാണ് അർഹിക്കുന്നത്. ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഫോർ ഓൾ ഓഫ് യു. വാട്ട് ഡു യു തിങ്ക് Malayalam cinema can embrace from other industries? I don't want Malayalam industry to മറ്റ് ഇൻഡസ്ട്രികളെ എടുക്കേണ്ടത് അവരുടെ നാട്ടിലെ കഥ പറയണം. ഇപ്പോൾ ഗാങ്സ് ഓഫ് വസേപ്പൂർ എന്താ ഐക്കോണിക് ആയെന്ന് വെച്ചാൽ അത് അവരുടെ നാട്ടിലെ കഥയാണ്. അല്ലെങ്കിൽ കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ അത് അവരുടെ നാട്ടിലെ കഥയാണ്. പരിയേരും പെരുമാൾ അത് അവരുടെ നാട്ടിലെ കഥയാണ്. അപ്പോഴേ അവരവിടുത്തെ കഥ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കേരള എന്ന് പറഞ്ഞിട്ട് തേക്കപ്പെട്ട സുന്ദരിയെ കാണിക്കാതെ വി ആർ റിയലി ഒഫൻഡഡ്. ഞാനൊരു റീല് കണ്ടു. ഇറ്റ് ഇസ് ദ ഫണ്ണിയസ്റ്റ് ഐ ഹാവ് സീൻ ഇൻ റീസെന്റ് ടൈംസ്. ഈ രഞ്ജി പണിക്കർ, അതായത് ജാൻവി കപൂർ പറയുന്ന എല്ലാ ഡയലോഗും രഞ്ജി പണിക്കർ മലയാളത്തിൽ പറയുന്നുണ്ട്. സോ ദാറ്റ്സ് വെൻ വി ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഷീ ആക്ച്വലി ജാൻവി കപൂർ പറയണേ, നീ അവിടെ പോയിട്ട് വരാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രഞ്ജി പണിക്കർ അതെ അതെ നീ അവിടെ പോയിട്ട് വരാമെന്നാണ് ഇവൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു സാധനം. മലയാളത്തിന് മലയാളം സബ്ടൈറ്റിൽ, മലയാളം സബ്ടൈറ്റിൽ. ആൻഡ് ഐ സോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ സാർ അറബിയായിട്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കേരളം എന്തല്ല രാജ്യം, അമ്മാവൻ എന്തല്ല മനുഷ്യൻ, ആ സാധനം. അപ്പോൾ അതും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ടൊരു റീൽ വന്നിട്ടുണ്ടായിരുന്നു. ഐ തോട്ട് ദാറ്റ് വാസ് ഹിലേറിയസ് ബിക്കോസ് നമ്മുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. എനിക്ക് ചിരി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒക്കെ നമ്മുടെ നാട്ടിൽ സുന്ദരി എന്ന് പശുവിനാണ് പേര്, പെൺകുട്ടികൾക്കല്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചില്ല സംഗീത, എനിക്ക് എപ്പോഴും ഒരു ഐ ഫീൽ ദാറ്റ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ എക്സിസ്റ്റിംഗ് ഓഡിയൻസ് പൂളിൽ നിന്നും കാവ് ഔട്ട് ചെയ്ത് നമ്മളൊരു ഓഡിയൻസിനെ, അത് മാർക്കറ്റിംഗ് ടീമായാലും ആ പ്രൊഡക്ഷൻ ടീമായാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇതേ സിനിമ നമ്മളൊരു പക്ഷേ വേറെ ഒരു, അതായത് ഒരു പക്ഷേ ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനോ
അവന് സിനിമയോട് അവന് അടിപൊളി മാസ് പടം കാണുന്ന ഒരു കുട്ടിയെ കൊണ്ടേ ഈ സിനിമ കാണിച്ചു കഴിഞ്ഞാൽ അവൻ വെളി വന്ന് ഇതിനെ ട്രാഷ് ചെയ്യും. അവൻ്റെ ടേസ്റ്റ് മാച്ച് ആവണം എന്നില്ല. ഐ എം നോട്ട് സെയിങ് ദാറ്റ് എവ്രിബഡി ഈസ് ലൈക്ക് ദാറ്റ്. പക്ഷെ അവൻ്റെ ടേസ്റ്റ് ചിലപ്പം വിജയപടമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഓഡിയൻസ് കൊണ്ടുവരുന്ന ഓഡിയൻസിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ ഫിലിം മേക്കറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണ്ട, ദാറ്റ് ഈസ് എ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ദ ഫിലിം മേക്കർ. പക്ഷെ ബാക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഗെറ്റിംഗ് ദ റൈറ്റ് ഓഡിയൻസ് ഇൻ ടു ദ തിയേറ്റർ. കാരണം അതേ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാക്കുള്ളൂ. പിന്നെ രണ്ടാമത് ഇപ്പം നമുക്ക് ഈ യൂട്യൂബ് ചാനൽസും നമ്മുടെ സ്പേസസ് ഉള്ളപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണെന്ന്, അത് എന്ത് തരത്തിലുള്ള ഓഡിയൻസ്. അപ്പോൾ ഞാൻ സംഗീതയുടെ കൂടെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ PR-കാർ, പ്രൊമോഷൻസ് ചെയ്യുന്ന ആൾക്കാരും വളരെ കോൺഷ്യസ് ആയിരിക്കണം ആസ് ടു വിച്ച് സ്പേസ് ടു പുട്ട് ദാറ്റ് മൂവി ഇൻ. അല്ലെങ്കിൽ വരുന്ന ഓഡിയൻസ് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഇത് മാത്രമല്ല, ഓഡിയൻസ് പൂൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. കുറേ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പോലും തിയേറ്ററിലേക്ക് വരുന്നില്ല. പക്ഷെ വേർഡ് ഓഫ് മൗത്തിൽ അങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു ക്രൗഡ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ പതുക്കെ നമുക്ക് ആ ഒരു പൂളും കൂടി ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫോർ മൂവീസ് ലൈക്ക് ദിസ് ടു ബി കമേഴ്ഷ്യലി സസ്റ്റൈനബിൾ. Yes, that's why I said that communication ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ യു പ്ലേസ് എ ഫിലിം, ഏത് ഓഡിയൻസിലേക്കാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്, ഏത് മാധ്യമങ്ങളിൽ കൂടെയാണ് പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ ചില കോണ്ടന്റ് കൂടുതൽ ഡിജിറ്റൽ കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകളായിരിക്കും അതിൻ്റെ പ്രൈമറി ഓഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ തിയേറ്റർ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ വരുമ്പോഴും ഇതിനൊരു കൊമേഴ്ഷ്യലി, ഇപ്പോൾ ഡെഫിനറ്റ്ലി നോട്ട് ലൈക്ക് എൻ എംപുരാൻ ഓർ ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടി ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ് പേട്രിയറ്റ്. ഇറ്റ് ഹാസ് ലൈക്ക് എൻ ഓൺസംബിൾ ഓഫ് കാസ്റ്റ്, അതിലില്ലാത്ത ആളുകളില്ല. ഇപ്പോൾ ആ സിനിമയ്ക്കൊക്കെ ഓർഗാനിക്കലി വരുന്നൊരു ട്രാക്ഷൻ ആൻഡ് വിസിബിലിറ്റി ഉണ്ടല്ലോ. പക്ഷേ ഫോർ ഫിലിംസ് ലൈക്ക് തിയേറ്റർ വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ്. ആ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇറക്കാൻ, ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കാനും അല്ലേ. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിന് യു റിയലി ഫീൽ ദാറ്റ് നമ്മൾ ആ ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള ആ ഒരു പാൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്കാമാണ്. പാൻ ഇന്ത്യ ആരോ എപ്പോഴോ പുറത്തത്തെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് വേറെ ഇൻഡസ്ട്രി ചെയ്ത് ക്ലിക്ക് ആയപ്പോൾ ഇപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു പടം അനൗൺസ് ചെയ്യും, എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഓരോരാളുകളെ വെച്ചാൽ അത് പാൻ ഇന്ത്യനായി. അങ്ങനെയല്ല അത് പാൻ ഇന്ത്യൻ. ഇപ്പോൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പാൻ ഇന്ത്യൻ പടമാണ്. അങ്ങനെയാണ് പാൻ ഇന്ത്യൻ പടം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കാന്താര അവരൊക്കെ പാൻ ഇന്ത്യനൊക്കെ ആയിപ്പോയതാണ്. നമുക്ക് അങ്ങനെയാണ് പാൻ ഇന്ത്യൻ ആവാതെ പാൻ ഇന്ത്യൻ ആയിക്കോളും. ആ കോണ്ടന്റ് റീച്ച് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പാൻ ഇന്ത്യൻ ആയിക്കോളും. ഇപ്പം തിയേറ്റർ കാണാൻ വരുന്ന ഓഡിയൻസിന് ബേസിക്കലി കുറച്ച് എന്താ പറയുക, കുറച്ച് മനസ്സമാധാനം വേണം. ദാറ്റ് ആ വേൾഡിലേക്ക് എൻ്റർ ആവാൻ ഇത്തിരി ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ പതുക്കെ അതിലേക്ക് ഇന്നായിക്കോളും. ഇപ്പോൾ പലപ്പോഴും ഫിലിം മേക്കേഴ്സൊക്കെ വന്നിട്ട് ഈ സിനിമ നിങ്ങളുടെ ഇത്ര പൈസയ്ക്ക് വെറുത്തായിരിക്കും, അല്ലെങ്കിൽ ഇത് ഇത്ര കോടി അടിക്കുന്നൊക്കെ അവർ പറയുന്ന അങ്ങനത്തെ ക്യാമ്പയിനൊന്നും അല്ലാതെ ചിലപ്പോൾ മിഷ്കിൻ പിശാശിൻ്റെ സമയത്ത് കൊടുത്തൊരു കാര്യമുണ്ട്. ഇത് കുറച്ച് സ്ലോ പടമാണ്, ഞാൻ തന്നെ കുറച്ചധികം ലാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് അത് കാണണം, കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കേണ്ട, കാരണം എ സർട്ടിഫിക്കറ്റ് പടമാണ്, വയലൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു മിഷ്കിന് പിശാസിനെ പറ്റിയിട്ട്, അപ്പം അല്ലെങ്കിൽ സൈക്കോനെ പറ്റിയിട്ട്. അപ്പോൾ അതുപോലെ ഇത് കുറച്ച് സമാധാനത്തോടു കൂടി കുറച്ച് ഡെപ്തോടു കൂടി നമ്മളിരുന്ന് കാണേണ്ട സിനിമയാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് ഒരു സിനിമയുടെ വേർത്ത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിനിമ നമുക്ക് തരുന്ന എക്സ്പീരിയൻസിനോട് അപ്പുറത്ത് നമുക്ക് തരുന്നൊരു ലേണിംഗ് ഉണ്ട്. ഇപ്പോൾ തിയേറ്റർ കണ്ട ഒരാൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടും, അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് അതിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് സിനിമയെങ്കിൽ ആ സിനിമ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് സിനിമ എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ തിയേറ്റർ അങ്ങനെ എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങളതിന് സമയം കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തിരി ക്ഷമ കൊടുക്കണം. അങ്ങനത്തെ ഒരു ഓഡിയൻസ്, ഐ മീൻ ഡെഫിനറ്റ്ലി ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്, പക്ഷേ ക്ഷമ വേണം തിയേറ്റർ കാണുമ്പോൾ. അതെനിക്ക് പറയാനുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ക്ഷമ മാത്രമല്ല, ഇതിനകത്ത് ഈ ആദ്യത്തെ വാച്ചിങ് എന്ന് പറയുന്നത് സിനിമ കാണുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രം നടത്തുക. പക്ഷെ രണ്ടാമത്തെ വാച്ചിങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതാണ് ആ സംവിധായകൻ ഇതിനകത്ത് നിന്ന് ആവശ്യപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിനിമ എന്തിനു കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലേഴ്സ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളതാണ്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മണ്ടന്മാരാവരുത്. അതായത് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ലോജിക്കലി ഇതൊന്ന് ചിന്തിക്കണം. ഇത് ഇങ്ങനെയാണോ, ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രതികരണം ഉണ്ടല്ലോ, ആ പ്രതികരണം ശരിയല്ല. കാരണം ഇതിനകത്ത് ആ കാര്യം സക്സസ് ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ BP കയറി വരുന്നുണ്ട്. കാരണം സക്സസ് ആകുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടും,
ഒരു സന്തോഷം കിട്ടും, ഇത് സക്സസ് ആവാൻ പോവാണല്ലോ. പക്ഷെ അപ്പോഴേ ഞാൻ ബാക്ക് വലിയുന്നുണ്ടായിരുന്നു. കാരണം ഈ പെട്ടെന്ന് സിനിമയിൽ ഈ സക്സസ് വരികയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വേറെന്തോ ഒരു കൊനസ്റ്റ് ഇയാൾ വെക്കാനുണ്ട്, അപ്പോൾ ഈ ടിസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്നെ പിടിച്ചു നിർത്തി. എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്, കാരണം ഒരു വിജയം കാണുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരും. അപ്പോൾ അതിനകത്തൊരു കാര്യം സക്സസ് ആകുമ്പോഴത്തേക്ക് ശരിയാണ്, അത് കയറി വരുന്ന ഒരു ഫീലുണ്ട്, ശരിയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റി. പക്ഷേ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യണമെന്നില്ല. അതും രസമാണ്, രണ്ട് രീതിയിലും കണ്ടാലും അത് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ മണ്ടന്മാരാക്കുന്ന ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു പടം കണ്ടാൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, തൊട്ട് മുന്നത്തെ ജനറേഷൻ വരെ ഫിലിം സൊസൈറ്റി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത് കൊണ്ട് ഇങ്ങനൊരു സിനിമ വരികയാണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനോ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കെൻഡിൽ പോയി കാണാനോ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിലേക്ക് പോയി, ലൈക്ക് വെർച്വലാണ്, ആരും തമ്മിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഈ പറഞ്ഞ കൂട്ടായ്മ പരിപാടി ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ആകപ്പാടെ ഉള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് IFFK പോലത്തെ വെന്യൂസാണ്, അവിടെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ അതിൻ്റെ റീജിയണൽ വേർഷൻസ് കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പം സ്ക്രീൻസ് കൂടുന്നതും ഇതിനൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ രാവിലെ ഒരു 10 മണിക്കൊരു ഷോ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ വരാൻ സാധ്യതയുള്ളത് ഒരു 40 പേരായിരിക്കും മാക്സിമം, ലൈക്ക് എല്ലാ ഇതൊന്നും. അപ്പം അതൊരു 10 സ്ക്രീനിലും കൂടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ 10 പേരും 10 സ്ഥലത്ത് പോകും. അപ്പോൾ അതോടുകൂടി എല്ലാ സ്ഥലത്തും മിനിമം ഓഡിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷോ നടക്കാതെ പോകുന്നൊരു സാഹചര്യം വരും. അപ്പം ഇതൊരു കളക്റ്റീവ് ആണെങ്കിൽ അവർക്ക് കോർഡിനേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് പോകാം. അപ്പം പ്രീ കൊറോണയൊക്കെ ഞാൻ സിനിമകൾ കാണുമ്പം ലേശം ഓഫ് ബീറ്റ് സ്വഭാവമുള്ള ലൈക്ക് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടൊക്കെ വരുന്ന സിനിമകളൊക്കെ അധികവും കൈരളി ശ്രീ തിയേറ്റേഴ്സിലാണ് വരിക. കാരണം തിയേറ്റേഴ്സും ജനറലി കുറവാണ്, ഇങ്ങനത്തെ സിനിമകൾ അവിടെയാണ് വരുന്നത്. അപ്പം അവിടെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെപ്പോലെ വന്നവരും ഉണ്ടാവും, ഈ സിനിമയിൽ വർക്ക് ചെയ്തവരോ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്തവരോ അറിയുന്നവരോ ഉണ്ടാവും. അതുപോലെ ഇങ്ങനത്തെ സൊസൈറ്റിയിൽ പാർട്ടായിട്ടുള്ളവർ ഇങ്ങനെയൊരു സിനിമ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വരുന്നവരുണ്ടാവും. അപ്പം ഈ ഒരു ഇത് സ്കാറ്ററിങ് ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനത്തെ സിനിമകളെ ഇഷ്ടമുള്ളവർ ഒരു കളക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ചെയ്യണം. ഇപ്പോൾ ഗഗനചാരി എനിക്ക് ഫീൽ ചെയ്തൊരു നല്ല എക്സാമ്പിളാണ്. കാരണം ഈ പറയുന്ന ഡിസ്റ്റോപ്പിയൻ കോമഡി എന്നൊക്കെ പറയുന്ന ജോണർ നമുക്ക് അത് ആസ്വദിക്കുന്ന ആൾക്കാർ വളരെ സ്കാറ്റേർഡ് ആയിരിക്കും. ഇപ്പം എന്താ പറയുക, ഒരു വീട്ടിൽ ഒരു ആൾക്ക് അത് ഇഷ്ടമുണ്ടാവും, ബാക്കിയുള്ളവർക്കൊക്കെ ഇത് എന്ത് സിനിമ എന്താണ് ഇങ്ങനെ എന്നുള്ളത് പറയുന്നതായിരിക്കും. അപ്പോൾ അയാൾക്ക് കുടുംബത്തോടെ ആ ഫിലിമിന് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ എനിക്ക് തോന്നുന്നു അരുൺ ചന്തു ഇവരൊക്കെ അന്ന് ആ സമയത്ത് ചെയ്ത മാർക്കറ്റിങ്ങിൻ്റെയും ഇതിൻ്റെയും ഒക്കെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോണർ ഫിലിം കാണുന്നവരിലേക്ക് ഇങ്ങനൊരു പടം വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് എത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് വീക്ക് ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ചില സിനിമകൾ കാണും, ആ പടം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം 1744 വൈറ്റ് ഓൾട്ടോ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഡീപ്പ് ഡൗൺ നമുക്ക് തന്നെ അറിയാം ഇത് ഓടാൻ പോകുന്നില്ല. എനിക്കിഷ്ടപ്പെടുന്നുണ്ട് പടം, പക്ഷേ എന്ത് ചെയ്യാൻ, ഇത് ഓടൂല എന്ന്. ആക്ച്വലി ഗഗനചാരിയും അതുപോലെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ പടം കാണുന്ന സമയത്ത് എനിക്ക് വർക്കാവുന്നുണ്ട്, ഈ വാക്കി ആയിട്ടുള്ള ഐഡിയാസും സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് വർക്കാവുന്നുണ്ട്. അപ്പോൾ ആ സിനിമ എന്താ പറയുക, ഞാൻ ആ തിയേറ്ററിൽ കാണുന്നു, ആ തിയേറ്ററിൽ അത്യാവശ്യം ആളുണ്ട്, അവർക്ക് റെസ്പോൺസ് ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഓക്കെ മൂവി ഈസ് റണ്ണിങ്, അതായത് അല്ലാതെ ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് മാറ്റും എന്നുള്ള അവസ്ഥയല്ല അത്. ഇപ്പോൾ അവർ അതിന് ശേഷം വല അനൗൺസ് ചെയ്യുന്നു, അങ്ങനെ ഇതൊക്കെ വരുന്നു. അപ്പം ഇതൊരു നമ്മളൊരു നീഷ് ഫിലിം ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയൻസിനെ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന അതായത് ആക്ച്വൽ ഒരു കമ്മ്യൂണിറ്റി സംഭവം ഉണ്ടെങ്കിലാണ് അതായത് ഈ ഫിലിം സൊസൈറ്റീൻ്റെ ഒരു ന്യൂ ഏജ് വേർഷൻ ഏതെങ്കിലും രീതിയിൽ വരണം. എനിക്ക് ബ്ലാക്ക് ഹ്യൂമർ സെറ്റയർ കോമഡി അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ എല്ലാവർക്കും അത് വർക്ക് ചെയ്യുന്നില്ല. മരണം മാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ, പക്ഷേ എല്ലാവരും പറഞ്ഞു മാഡത്തിൻ്റെ ടേസ്റ്റ് എന്ത് മാം, ഞാൻ എൻ്റെ ടീംമേറ്റ്സ്. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്.
it is such a risky proposition and such a difficult thing to reach the right audience. You know, the thing is that I think every film is risky. Yeah. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഷാറുഖ് ഖാൻ്റെയും രൺബീർ കപൂറിൻ്റെയും ആരുടെയും ഒരു ഫിലിം ഫ്ലോപ്പ് ആകത്തില്ല. കാരണം അവരെല്ലാം മോസ്റ്റ്ലി അവർ ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സേഫ് ഫിലിംസ് ആണ്. പക്ഷെ 10 വർഷം ഷാറുഖ് ഖാൻ ഫ്ലോപ്പ് ചെയ്തു, 10 വർഷം. സോ I feel that no film should be approached with this attitude of idu nadakathilla. Sorry, I disagree with you, Ashin. Karanam in my mind, if it's a quality film, ഏത് ഫിലിം ആണെങ്കിലും അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് തിയേറ്ററിൽ നടത്താനുള്ള ഭാരം ചുമക്കേണ്ടിയത് സംവിധായകനല്ല. പക്ഷേ എനിക്ക് ഹാപ്പി ആയിരുന്നു എന്നാ ഈ ഗഗനചാരി വർക്ക് ആയപ്പോൾ. കാരണം ഐ ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസസ് ലൈക്ക് ഇങ്ങനെ ഓടായിട്ട് വരുന്ന സാധനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലായി. പക്ഷേ ഐ എം സേയിങ് അത് തിയേറ്ററിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഭാരം ചുമക്കേണ്ടത് സംവിധായകനല്ല, എഴുത്തുകാരല്ല, അത് പ്രൊഡ്യൂസേഴ്സും മാർക്കറ്റിംഗ് ടീമുമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ കാണുന്നത് ഈസ് ദാറ്റ് മാർക്കറ്റിംഗ് ടീം ഇറ്റ് സെൽഫ് ഡിസൈഡ്സ് ഇത് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഓൺലി റൺ വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, റൈറ്റ്? അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണെങ്കിൽ. പക്ഷേ ആൻഡ് ഇത് സ്ത്രീ പക്ഷ സിനിമ എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ല, സ്ത്രീ കേന്ദ്രിക സിനിമ എന്ന് പറയാം. സ്ത്രീ കേന്ദ്രിക സിനിമയുടെ മാർക്കറ്റിംഗ് ടീംസിൻ്റെ ആറ്റിറ്റ്യൂഡ്, പ്രൊഡ്യൂസേഴ്സിൻ്റെ മോസ്റ്റ്ലി ആറ്റിറ്റ്യൂഡ് എന്നതാണ് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും കൊണ്ട് മാർക്കറ്റ് ചെയ്താൽ നടക്കത്തില്ല. പിന്നെ പറയും റിമയോട് നമ്മൾ പറഞ്ഞില്ലേ നടക്കത്തില്ല, നടന്നില്ല. പക്ഷേ but the point is, I think a film like this, you just never know what can be commercial. കാരണം ഇന്നത്തെ നീഷ് നാളത്തെ മെയിൻ സ്ട്രീം ആകാനുള്ള സാധ്യതയുണ്ട്. ഗാങ്സ് ഓഫ് വാസിപ്പൂർ വന്നപ്പോൾ ആ സമയത്ത് ആ തീം ആൻഡ് ട്രീറ്റ്മെൻറ്റ് നോക്കിയാൽ അത് മെയിൻ സ്ട്രീം അല്ലായിരുന്നു. പക്ഷേ അനുരാഗിന് അതിൽ വിശ്വാസമുണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അതങ്ങനെ മാർക്കറ്റ് ചെയ്തു. ആ പടം മെയിൻ സ്ട്രീം ഹിറ്റായി. അത് കാരണം ആ പടം ഉണ്ടാക്കിയ രീതി ഒരു മെയിൻ സ്ട്രീം രീതി ആയി. എല്ലാ പടം മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ ആറ്റിറ്റ്യൂഡും കൊണ്ടുമാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ദർ ഈസ് ഇൻ മൈ മൈൻഡ് an audience for everything. പക്ഷേ you cannot blame the audience if they don't know that the film exists. A lot of the time the audience doesn't know. By the time they know, it's been pulled out of theatres. So the producer, the marketing team, the distribution sector has to evolve. Theatres have to evolve. They cannot put a film for one show at just 10 in the morning on a weekday and then blame the film. So there are so many factors involved. Adu karanam njan paranjathu, to make good cinema and to make it successful has to be a societal collaborative effort. നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നല്ല ഉത്തരങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഒരു ക്ലോസിങ് ഒരു പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, മലയാളം സിനിമ 100 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് വെരി സൂൺ. ഒരു 2030 മലയാളം സിനിമ എങ്ങനെയായിരിക്കും? 5 years down the lane, I would really love to hear from all of you. ഇതുപോലെയൊക്കെ തന്നെ നിന്നാൽ മതി, ആദ്യം ഒന്നും മാറണ്ട. കാരണം ഇപ്പോഴുള്ള ഡയറക്ടേഴ്സും ഇപ്പോഴുള്ള ആക്ടേഴ്സൊക്കെ ആ എക്സ്പെരിമെൻ്റൽ ഫേസൊക്കെ കഴിഞ്ഞ് സ്റ്റാർസായി തുടങ്ങി. ഇനി അവർ ജസ്റ്റ് അവരുടെ സിനിമ പോസ്റ്റർ അടിച്ചാൽ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ മോഹൻലാലിനും മമ്മൂട്ടി ചെയ്ത അത്ര എക്സ്പെരിമെൻ്റൽ ഫിൽംസൊന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ 80s അവർ ചെയ്ത പോലെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് 20 years ഓഫ് സൂപ്പർ സ്റ്റാർഡം കഴിഞ്ഞിട്ട് ഒരു ഫേസ് വരും. എല്ലാവർക്കും ആ ഒരു മാസ് സിനിമ ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു ഫേസ് വരുമായിരിക്കും. അത് വരുമ്പോൾ അവരിത് മറക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ 2000 എന്തായിരുന്നു അവസ്ഥ, മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് കേരള എന്തായിരുന്നു ആ സമയത്ത് അവർ സംസാരിച്ചിരുന്നതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതുപോലെയൊക്കെ തന്നെ പോട്ടെ, കുഴപ്പമില്ല. കുറച്ചുകൂടി ഗ്രാമങ്ങളുടെ കഥ വന്നാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അതല്ലാതെ മിസ് ചെയ്യണമുണ്ട്. കൊട്ടിയൂരും എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് കണ്ണൂര്. അവിടെ ഇപ്പോഴും ഗ്രാമങ്ങളുണ്ട്. അവിടെ കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കേളകം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കറണ്ട് വന്നത് 2012 അപ്പോൾ കേരളത്തിൽ ആ അവസ്ഥ ഉണ്ട്. 2030 അല്ല, അപ്പോഴും ഉണ്ടാവും ഗ്രാമങ്ങൾ. അല്ല, അന്നേരം നമ്മൾ തന്നെ പറയും ഇവരിപ്പോഴും ഗ്രാമത്തിലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളം തന്നെ ഒരു സിനിമ ക്യാരക്ടറാണ്. അതുകൊണ്ട് അതിൽ നിന്ന് സൂ ഫ്രം സോ ഒക്കെ വന്ന പോലത്തെ ഗ്രാമകഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ നമുക്കത് എന്താ പറയാ, ഈ പറയുന്ന റിലേറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതില്. അല്ല, പക്ഷേ 20 കൊല്ലം മുമ്പൊക്കെ ഒരു ഗ്രാമത്തിലത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആക്സെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡയലക്റ്റ് ആയിരിക്കും.
ഒരു മറ്റേ ഗ്രാമത്തിലെ സിനിമ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം, അതായിരിക്കും. അല്ല ചേച്ചിയുടെ സ്ഥലമായിട്ട് നമ്മളെ കൊല്ലും. അപ്പോൾ അതുപോലത്തെ സംസാരമായിരിക്കും, അതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, അതുപോലത്തെ ജോലിക്കാരും പണിയും ജോലിയും ഇതൊക്കെ ആയിരിക്കും അവിടുത്തെ ഒരു ലൈഫ്. ഇപ്പോഴല്ലേ, കഴിഞ്ഞ 5 കൊല്ലമായിട്ടല്ലേ. അല്ലെങ്കിൽ കാസർഗോഡ് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു കാസർഗോഡ് ഭാഷ. നമ്മളിപ്പോൾ മനസ്സിലായി തുടങ്ങിയത് മലപ്പുറം വന്നു. അതിന് സാധ്യതയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരുടെയും ഹൈടെക് ആയിട്ടുണ്ടാവും. തിരുവനന്തപുരം തന്നെ എക്സാജറേറ്റ് അല്ലാണ്ട് കുറച്ചൊരു നോർമൽ തിരുവനന്തപുരം ഭാഷയിലുള്ള സിനിമ വന്നു തുടങ്ങി. അതിന് സാധ്യതകളുണ്ട്. എനിക്കൊരു ടെൻഷനുള്ള 2030 ആകുമ്പോൾ മുഴുവൻ AI പടമൊക്കെയാവും. അത് പേടിക്കണ്ട. അതും സാധ്യതയുണ്ട്. അല്ലല്ല, അതിന്റെ ഒരു കാര്യം പറയാം. ഇപ്പൊ കിഷ്കിന്ധ കണ്ടം വന്നപ്പോൾ നമ്മൾ അതൊരു പുതിയ സിനിമയായിട്ട് നമ്മൾ ആസ്വദിച്ചല്ലോ. പക്ഷേ ഉത്തരം എന്ന് പറയുന്ന MDയുടെ സിനിമയുണ്ട്. ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഈ ജോണർ കൈകാര്യം ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പം അന്നും ഉത്തരം ഉണ്ടായിരുന്നു, ഇന്ന് കിഷ്കിന്ധ കണ്ടം ഉണ്ട്. അപ്പൊ നമ്മൾ, എനിക്ക് തോന്നുന്നത് അന്നും ഇത്തരം സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പുതുമയുള്ള ടൈം പീരീഡ് ഒരു സെയിം സാധനം ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ഒരു സംഭവം സൈക്കിള് ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ലൈക്ക് ആ ഒരു തീം. ഇപ്പൊ ചോദിച്ചില്ലേ, ഒരു റൊമാൻറ്റിക് മൂവി അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ലല്ലോ കുറെ ആയിട്ട്. മേബി 1 or 2 yearsൽ ഒരു അടുത്ത തൂവാനത്തുമ്പികളുടെ എന്തെങ്കിലും സാധനം വരും. റൊമാൻറ്റിക് സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇത്തിരി നേരം എന്ന് പറയുന്ന ലോ ബഡ്ജറ്റ് സിനിമ ഇപ്പൊ റിലീസ് ആവുന്നുണ്ട്. അത് റൊമാൻറ്റിക് സിനിമ. ക്ലാസിക് ഒരു കൾട്ട് ലെവലിലേക്ക് പോകുന്ന, നമ്മളൊരു പോപ്പ് കൾച്ചർ എന്ന് 10-20 വർഷം കഴിയുമ്പോൾ ആൾക്കാർ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റൊമാൻസ് വി സ്റ്റിൽ ടോക്ക് അബൌട്ട് തൂവാനത്തുമ്പികളല്ലേ. ഇപ്പോഴും നമ്മളൊരു റെഫറൻസ് പറയുന്നുണ്ട്, ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു പ്രണയത്തിൻ്റെ ബ്യൂട്ടി. And I think the way people conceive love has also evolved. അത് തമിഴിലും കുറെ കാലത്തിന് ശേഷം ആ ഒരു സ്പേസിലെത്തിയ 96 ആയിരുന്നു. അതെ അതെ അതെ. പക്ഷെ അതിനുശേഷം അവരും ഒരു ഡ്രൈ സ്പേസിലാണ് നിൽക്കുന്നത്. അവർക്ക് അതിന്റെ മുന്നേ നോക്കിയാലും കുറേ മുന്നെയാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി വന്നിട്ടുള്ളത്. നമുക്കുണ്ടായിരുന്നില്ല പൃഥ്വിരാജിന്റെയും പാർവതിന്റെയും സിനിമ ഓൾഡ് സ്കൂളിലാണ്. ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാലഘട്ടത്തിലും അതിനെ ഈ സോ കോൾഡ് പോയറ്റിക് സാധനങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യം AI അല്ല. എനിക്ക് മലയാളം സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പേടിയുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ 2-5 വർഷമായിട്ട് ഇന്ത്യ മുഴുവനും മലയാളം സിനിമ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ മലയാളം സിനിമയാണെന്ന് എല്ലാവരുടെയും ധാരണയാണ്. തെറ്റിദ്ധാരണയല്ല, ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അറ്റൻഷൻ കിട്ടുമ്പോൾ ചിലപ്പം കോർപ്പറേറ്റ്സ് വരുമ്പോൾ പൈസ കൂടും. കോർപ്പറേറ്റ്സ് ആണെങ്കിൽ അവർ പറയും കഥ എന്ത് പറയണം. ആ സെൻസർഷിപ്പ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദ റെസിസ്റ്റൻസ് ഇസ് കമ്മിങ് ഫ്രം മലയാളം ആൻഡ് തമിഴ് സിനിമ ടു റെസിസ്റ്റൻസ് ടു സെൻസർഷിപ്പ്. ദേ വിൽ ട്രൈ ടു ഡിക്റ്റേറ്റ് ടേംസ്. സോ ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ടെംപ്റ്റിംഗ് ഫോർ എ ഫിലിം മേക്കർ to try and do this pan-India bullshit, okay? But you can't make a film, conceptualize it thinking this should be pan-India, because the fact is the most beautiful stories in the world are rooted, and those rooted stories have universal resonance, and it's the rooted stories of Malayalam cinema that are doing well across the country. The worst thing that could happen is if in their desire to appeal to a larger audience and get then RRR and Bahubali kind of success, if Malayalam filmmakers sacrifice the very thing that has made them successful. They are the talk of all of India right now. If they start saying, no, but we want to be like Rajamouli or Rohit Shetty, then why should the rest of India watch you any more than they watch Rajamouli or Rohit Shetty? And there is also, Rajamouli he's made a certain kind of film. I don't like his cinema now. I liked Ega very much. I don't like his cinema now. But the fact is, he made, whether I disagree or agree with his films, he made films from his conviction. Yes. And then it was marketed very intelligently. Bahubali became an all India success because they marketed it very intelligently. So I hope that Malayalam cinema doesn't sacrifice that rootedness. But there are things that need to change. We need more Stree Kendrika cinema കൂടണം. അത് മാത്രമല്ല, സ്ത്രീകളില്ലാത്ത സിനിമകൾ കുറയണം. സ്ത്രീകളോട് കസബയിൽ മമ്മൂട്ടി പെരുമാറുന്നത് പോലെ അങ്ങനത്തെ പെരുമാറ്റം ഗ്ലോറിഫൈ ചെയ്യുന്ന മലയാളം സിനിമ കുറയണം. ആ സിനിമ ബാക്കിയുള്ള ഇന്ത്യയിലെ ആളുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇവിടെ ഉണ്ടാക്കണം എന്ന് അർത്ഥമില്ല. വി മസ്റ്റ് that kind of cinema has to be rejected by film critics, hopefully, and hopefully over time the audience will also start rejecting it left, right and center.
Also, what can Malayalam cinema take from the rest of India? I think that there is a mainstreaming of discussions on caste that one sees in Tamil cinema that is not happening in Malayalam. That is something that can be learnt from Tamil cinema. പക്ഷേ തമിഴ് സിനിമയുടെ ആൻറ്റി കാസ്റ്റ് സിനിമയിൽ സ്ത്രീകൾ ആ മാർജിനലൈസ്ഡ്. മലയാളം സിനിമ ഷുഡ് നോട്ട് ഡു ദാറ്റ്. Nagaraj Manjule in Marathi cinema, that was his great success. Sairath, completely caste based, but with all the trappings of conventional commercial cinema, and became an all India hit. So there is a lot that Malayalam cinema can pick up from others, but in terms of the, you know, the nature of the content, there are bits and pieces that can be picked up, but the rootedness should never be sacrificed. And that feeling that you are seeing a world as it exists, and there's just a camera that happens to be placed over there, and you're really watching real people. Like you had said, you know, it feels like real people talking on TV, and you know, real YouTubers and all in this film. That feeling Malayalam cinema hopefully will not give up with this false assumption that if they give it up, they will get a larger audience. And I have a small point to add to that. Now let's say this is 2025 and we have a movie like Drishyam that's ready and everybody's seen it. Don't you think Drishyam should be marketed? Drishyam in all probabilities eventually a pan-Indian movie. Maybe not in one version, maybe in 10 versions. It's ended up making 1,000 crores or 1,500 crores. So now when you have a Malayalam movie like Drishyam, and when you're going to release it, shouldn't it go the pan-India or whatever, call it whatever, but then shouldn't it take the effort to be the Malayalam movie that works everywhere? To make it pan-India is not the burden of the filmmaker. That film has been all India successful. So if there is a change, it should be in the marketing. In the marketing, of course, market it. It's a beautiful film. But within with the kind of Malayalam, it is so true to the kind of cinema Malayalam is generally making anyway. So Drishyam, beautiful film. Yes, please market it a lot more. But don't change the way of storytelling to Just be for able to that, reach the larger audience, because then you'll actually lose the audience that loved you in the 100%, first place. yeah. Even also this regional film down south എന്ന് മാറിയിട്ട് ഇന്ത്യൻ ഫിലിം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവായിരിക്കും. ഈ ഹിഡൻ ജെം ഫ്രം ദ സൗത്ത്, ക്രിമിനലി അണ്ടർ. Malayalam cinema is now a brand. Yes. ആ ബ്രാൻഡ് എന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് the strengths of that brand shouldn't be lost. അല്ല, ഈ അടുത്ത് കരൺ ജോഹർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, അവർ എങ്ങനെയാണ് ഇത്രയും ബഡ്ജറ്റിൽ വർക്ക് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് ലോകയുടെ 30 crores ആണെങ്കിൽ അവിടുത്തെ ഹെയർ ആൻഡ് മേക്കപ്പ് തന്നെ ആ പൈസ പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയ്ക്ക് ആ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് പാൻ ഇന്ത്യ പിടിക്കണമെന്നുള്ളത്. കാരണം നമ്മൾ ഇപ്പം ലൈക്ക് ഇതിൻ്റെ ബിസിനസ് പണ്ട് മിഡ് റേഞ്ച് ബോളിവുഡ് ഫിലിംസിനെ പറ്റി അവർ പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ബദായി ഹോ അങ്ങനത്തെ സിനിമകൾ, അതിന് 300 കോടിയും 400 കോടിയും കളക്ഷൻ ഉണ്ടാവില്ല. 20 കോടിയിലോ 30 കോടിയിലോ സിനിമ ഉണ്ടാക്കിയിട്ട് കളക്ഷൻ ലൈക്ക് ഷെയർ വിൽ ബി ലൈക്ക് 80 crores. അതിനൊരു പ്രോഫിറ്റ് ഉണ്ടല്ലോ. ഇപ്പം 300 കോടി മുടക്കിയിട്ട് 350 കോടി കിട്ടി 50 കോടി പ്രോഫിറ്റ് വേണോ 20 കോടി മുടക്കി ഇത് കിട്ടിയിട്ടുള്ളത്? ഈ തിരുനേരത്തിൻ്റെ ഡയറക്ടർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ പടം ഇത്രയ്ക്കാണ് തീർന്നത്, അതൊരു ഹാപ്പിനെസ്സാണ്. ഇതൊന്ന് കുറച്ച് പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. കാരണം അത്രയും ചെറിയ ബഡ്ജറ്റാണ്. അപ്പോൾ അതിൽ ഒന്ന് ഈ പ്രൊമോഷന് വേണ്ടി അത്തരം ഒരു കാശ് ചിലവാക്കാൻ ഇല്ല. കാരവാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ കാരവാൻ ഇല്ല ആ പടത്തിന്. അപ്പം അതൊക്കെ ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഈ പടം വിജയിക്കുമെന്നാണ് അവരുടെ ഒരു ഹാപ്പിനെസ്. ഇപ്പോൾ ഈ തിയേറ്ററിനെ പറ്റി പറഞ്ഞപ്പോൾ തിയേറ്ററിലെ എല്ലാ ആളുകളും ഒന്നിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ട്. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ ആളുകളും അപ്പോൾ അവർക്ക് ഇപ്പോൾ അവർ അഭിനയിക്കുക മാത്രമല്ലാതെ അവർ ചിലപ്പോൾ ആർട്ട് അസിസ്റ്റൻറ്റിനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണ് തിയേറ്റർ ഇവിടെ നിൽക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കുറച്ച് റിസ്ക്കുകൾ, ഇപ്പോൾ അങ്ങനെ റിസ്ക്കുകൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മലയാള സിനിമ എത്തട്ടെ. സ്റ്റിൽ ഇപ്പോൾ ഈ തോണി തുഴയുന്ന സീനിലായാലും തെങ്ങ് കയറുന്ന സീനിലായാലും റിമാക്കല്ലെങ്കിൽ ഒരു ആസ് എ പേഴ്സൺ, ഒരു ആർട്ടിസ്റ്റ് അവർ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിസ്ക് എടുക്കൽ ബോളിവുഡിൽ എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ളൊരു സിനിമ, ആ സിനിമ കുറച്ച് ഫ്രീസറുമായി ബന്ധപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത് ഹിന്ദിയിലേക്ക് ആക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇത് അന്റാർട്ടിക്ക ഷൂട്ട് ചെയ്യാമെന്നാണ് ഡയറക്ടറിനോട് പറഞ്ഞത്. ഈ പറഞ്ഞ കോൺവെർസേഷനിൽ അഭിനവ് ആഡ് ചെയ്തൊരു സാധനമാണ്, നമ്മൾ ഈ പറയുന്ന മലയാള സിനിമയുടെ സുവർണ്ണകാലം അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്ന സാധനം തീരും എപ്പോൾ ഇവിടെ ഒരു കോർപ്പറേറ്റ് വരുന്നു അപ്പോൾ തീരും. കാരണം നേരത്തെ പറഞ്ഞ പോലെ OTT ഒക്കെ പറഞ്ഞ പോലത്തെ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൊടാൻ പാടില്ല,
ആ രീതിയിലുള്ള പരിപാടികൾ തുടങ്ങും. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇംപ്രവൈസ് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ ആക്ടേഴ്സിന് ഇപ്പോൾ ഏജൻസ് ഉള്ള ആക്ടേഴ്സ് നമ്മളിവിടെ കുറവല്ലേ, ഏജൻസി ത്രൂ പരിപാടി. പല പടങ്ങളുടെയും രൂപം മാറുന്നുണ്ട്. 50 പ്രാവശ്യം റീ എഡിറ്റ് ചെയ്തു, മ്യൂസിക് ചെയ്ത് അഞ്ചക്കൊള്ളൊക്കെ ഡെസ്കിൽ ഇരുന്നിട്ട് 50 പ്രാവശ്യം വർക്ക് ചെയ്തു. അവർ രണ്ടുപേരും 50 പ്രാവശ്യം പൊളിച്ചാലേ പറ്റുള്ളൂ. രണ്ടുപേരും ഈഗോ ഇല്ലാത്തവരായതുകൊണ്ട് നടക്കുന്നതാ. പക്ഷെ ആലോചിച്ച് നോക്കൂ, 50 പ്രാവശ്യം ആ സാധനം പൊളിക്കുമ്പോൾ എവൻ്റെങ്കിലും കുരു പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ, അവൻ ചീത്ത വിളിച്ച് മറ്റേ തല്ല. അല്ല, ഇതൊരു എന്താ പറയുക, എഗ്രി ചെയ്യാൻ. ഇപ്പം ഞാൻ സൗണ്ട് ഇതിൻ്റെ മേഖലയിലുള്ള കുറേ പേരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒരു സമയം കിട്ടിയിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിരുന്നെങ്കിൽ. അല്ല, ഞാൻ പറയുന്നില്ല കലാകാരന്മാർ സ്ട്രഗിൾ ചെയ്യണം എന്ന്. അവർക്ക് സൗണ്ട് ഡിസൈൻകാർക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ അത് കിട്ടണം. പക്ഷേ ബജറ്റൊക്കെ പോകുന്നത് അതിലായിരിക്കണം. അല്ലാതെ ആവശ്യമില്ലാത്ത സിനിമാ താരത്തിന് വാനിറ്റി വാൻ കൊടുക്കുക. പക്ഷേ ഒരു സിനിമാ താരത്തിന് 10 വാനിറ്റി വാൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളം സിനിമയുടെ കാര്യം ചർച്ച ഇന്ത്യ മുഴുവനും നടക്കുന്നതുകൊണ്ടായിരിക്കും ജോൺ എബ്രഹാം, അനുരാഗ് കശ്യപ്, ഹൻസൽ മേത്ത, കുറേ ഹിന്ദി ഫിലിംകാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം പുറത്ത് വരുന്നുണ്ട്. ഒരു സ്റ്റാറിന് 10 വാനിറ്റി വാൻ ഉണ്ടായിരുന്നു ഒരു ഹിന്ദി പടത്തിന്. എന്തിന്? അത് ഇസ് ദാറ്റ് ഗോയിങ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ഫിലിം? സൗണ്ടുകാർക്ക് കുറച്ചുകൂടെ 10 ദിവസം കൂടെ കൊടുത്താൽ മേ ബി ദ സൗണ്ട് ക്വാളിറ്റി വിൽ ഇംപ്രൂവ്. പക്ഷേ ഒരു ലക്ഷറി വാനിറ്റി വാൻ്റെ അടുത്ത് 9 ലക്ഷറി വാനിറ്റി വാൻസ് നിൽക്കുന്നതിൽ ഇസ് ദി ആക്ടിങ് ഗോയിങ് ടു ഇംപ്രൂവ്? നോ. സോ ദാറ്റ് ഈസ് where we have to be really careful. So I want Malayalam artists definitely to have more comforts and more space to spend time on their art, but not on indulging themselves for nonsensical stuff like this. പിന്നെ 2 വർഷം മുമ്പ് ഷോയിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. മലയാളം സിനിമ ഇപ്പോൾ ലോകം മുഴുവൻ കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും സ്റ്റാർസിൻ്റെയും ഏറ്റവും കൂടുതൽ പൈസ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് ആസ് ടു വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് ദേ മേക്ക്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് റിയലി ബാഡ് മൂവീസ് ഓൾസോ in the past 1 year. അപ്പോൾ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ചോയ്സും ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം ഓഫ് ദ പവർ സെൻറ്റേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി വിത്തിൻ, ആൻഡ് ദേ ഷുഡ് പുഷ് തിങ്സ് ഫോർവേഡ് ബിക്കോസ് അൾട്ടിമേറ്റ്ലി അണ്ടർഡോഗ്സ് അവർക്ക് എത്ര സ്ട്രഗിൾ ചെയ്യാൻ പറ്റും. ദീസ് ഗൈസ് ഷുഡ് പുഷ് തിങ്സ് ഫോർവേഡ് എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് സോ റെലവൻറ്റ്. അശ്വിൻ പറഞ്ഞ ഒരു പോയിന്റിൻ്റെ ഒരു ആഡ് ഓൺ പറഞ്ഞിട്ട് നമുക്കിത് റാപ്പ് ചെയ്യാം. ഈ കോർപ്പറേറ്റ്സ് വരുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, സംതിങ് ബിക്കോസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ സ്പെക്ട്രം വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കോർപ്പറേറ്റ്സ് വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയ ഒരു അപ്രോച്ചിലേക്ക് ഇൻഡസ്ട്രി മാറുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി യെസ്. അപ്പോൾ അത് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയാണ് മാറിയിട്ടുണ്ടായിരുന്നത്. സോ ദോസ് തിങ്സ് ആർ ലൈക്ക് ഇവോൾവിങ് റിയലി വെൽ. So ഈ ഒരു കോൺവെർസേഷൻ ഐ തിങ്ക് വി ക്യാൻ കണ്ടിന്യൂ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഒരു കോമൺ തിങ് ബ്രോട്ട് us all together here, it's our love for cinema. നമ്മൾ കൊളാബറേറ്റീവ് എഫേർട്ടിനെ കുറിച്ച് സംസാരിച്ചു. തിയേറ്റർ പോലെയുള്ള സിനിമകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ തരുന്നൊരു ഊർജ്ജമുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ആസ് സംബഡി ഹൂസ് ബീൻ പാർട്ട് ഓഫ് ദ മൂവി. ഒരു ഹോപ്പ് ഒരു ഡിസിഷൻ ആണെന്ന് പറയുമല്ലോ. ദിസ് കോൺവെർസേഷൻ ഹാസ് ലെഫ്റ്റ് മീ ഫീലിംഗ് ഹോപ്പ്ഫുൾ ആൻഡ് ഹോപ്പ് ഇസ് എ ഡിസിഷൻ. And Malayalam cinema has always taught us that it can continue to evolve without losing its heart. നമ്മളെപ്പോഴും റീജിയണൽ സ്പേസിൽ നിന്ന് ഗ്ലോബൽ സ്പേസിലേക്ക് നമ്മുടെ ഡിസ്കഷൻ മാറുമ്പോഴും സിനിമ വളരെ പവർഫുള്ളായ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാധ്യമം തന്നെയാണെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇറ്റ് കണ്ടിന്യൂസ് ടു മിറർ ഹൂ വി ആർ ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു മിറർ ആർ ട്രൂത്ത്സ് ആൻഡ് മിത്സ് ഓൾസോ. ആൻഡ് ഹിയർ ഇസ് ദ നെക്സ്റ്റ് 100 years of Malayalam cinema. Let's continue to stay fearless, original and deeply human. And of course, the best stories are yet to be told. Thank you so much. All of you were amazing.